നിമിഷം കണ്ണുകളടച്ചോ. കർത്താവ് അവിടുത്തെ തിരുമുമ്പിൽ നമ്മെ ഓരോരുത്തരെയും നിർത്തി നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിൻ്റെ എല്ലാ വീഴ്ചകളും കുറവുകളും ബലഹീനതകളും രോഗങ്ങളും ഏറ്റെടുത്ത് നമ്മെ ഓരോരുത്തരെയും പുതിയ വ്യക്തികളാക്കി മാറ്റുന്ന ആ യേശുവിൻ്റെ അനന്ത കരുണ, യേശുവിൻ്റെ അനന്തമായ സ്നേഹം നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാനും സ്വീകരിക്കാനും സാധിക്കണം. നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം രോഗപീഠകളുണ്ടോ, മനസ്സിൽ ഏതെല്ലാം ഭാരങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, സ്വഭാവത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഏതെല്ലാം പാപത്തഴക്കങ്ങളുണ്ടോ, അതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി നമുക്ക് പൂർണ്ണമായുള്ള വിടുതലും മോചനവും ആശ്വാസവും സൗഖ്യവും നൽകുന്നു. യേശു എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, സുഖപ്പെടുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ നല്ല ബോധ്യത്തോടു കൂടി നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. ശക്തമായി നന്നായിട്ടൊന്ന് കയ്യടിച്ച് നന്നായിട്ടൊന്ന് കയ്യടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇനി നോട്ട് ബുക്കും പേനയും എടുത്തിട്ട് ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യം എഴുതി വെക്കേണ്ട കാര്യം, ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട് എന്നാണ് എഴുതേണ്ടത്. എഴുതിക്കോ. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും, ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും, ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട് എന്ന് എഴുതി കഴിഞ്ഞ ശേഷം എഴുതിയ പേന നോട്ട് ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് വലത് കരം ഉയർത്തിപ്പിടിക്കുന്നു. എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിൽ വലത് കരം ഉയർത്തിപ്പിടിക്കുന്നു. എഴുതാത്തവരും വലത് കരം ഉയർത്തിപ്പിടിച്ചു. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി കൈതാത്തിയിട്ട് എഴുതിയ കാര്യം ഒന്ന് പറയാണ്. അപ്പം നീ ബൈബിൾ വായിക്കുമ്പോൾ എന്താണ് നിനക്ക് പറഞ്ഞിരുന്നത്? നീ വായിക്കുന്ന ബൈബിളിലെ വചന വരികൾക്കിടയിൽ ആരുണ്ട്? ഇങ്ങനെ വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞ് ഞാനുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് കൈതട്ടി പറഞ്ഞ് ഞാനുണ്ട്. ആരുണ്ട്? അപ്പം ആരോടാ പറയണേ? ഇങ്ങനെ കയ്യുയർത്തി പറഞ്ഞ ആരോടാ പറയണേ എന്ന് പറയുമ്പോൾ എന്നോടാണ് പറയുന്നതെന്ന് പറഞ്ഞ് ആരോടാ പറയണേ? അപ്പോൾ ഞാൻ ബൈബിൾ വചനം വായിക്കുമ്പോൾ ആ ബൈബിളിലെ വചന വരികൾക്കിടയിൽ ഞാനുണ്ടെങ്കിൽ എന്നോടാണ് കർത്താവ് പറയുന്നത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ബൈബിൾ വചനം വായിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാക്കി വേണം ഞാൻ ബൈബിളിലെ വചനം സ്വീകരിക്കാൻ. ഇപ്പം ഞാൻ വായിക്കുന്ന ഓരോ ബൈബിൾ വചന വരികൾക്കിടയിലും ആരുണ്ട്? ഞാനുണ്ട്. ഇത് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഞാനുണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പം ഇടത് കരം നെഞ്ചോട് ചേർത്ത് വെച്ചു, വലത് കരം ഉയർത്തിപ്പിടിച്ചു. നോട്ട് ബുക്കിൽ എഴുതിയ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ആരും പിന്നെ വലത് കൈ ഉയർത്തി വെച്ചേക്കരുത്. ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വലത് കൈ കൊണ്ട് തന്നെ നെഞ്ചത്ത് തട്ടിയിട്ട് പറയണം ഞാനുണ്ടെന്ന്. മനസ്സിലായപ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെ കൈയും ഉയർന്നു നിൽക്കാൻ പാടില്ല. ഇനി ചിലർ എളുപ്പത്തിൽ, അതായത് ഈ ഉയർന്നു നിൽക്കുന്ന കൈ അങ്ങനെ ഉയർന്നോട്ടെ, ഒരു കൈ എവിടെ വെച്ചിട്ടുണ്ട്? നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നെഞ്ചത്ത് വെച്ചിരിക്കുന്ന ഇടത് കൈ കൊണ്ട് തന്നെ അങ്ങ് തട്ടിയേക്കാം, അപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചേക്കരുത്. ഇടത് കൈ അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് വലത് കൈയാണ് ഉയർത്തിയ കൈ നെഞ്ചത്ത് തട്ടിയിട്ട് പറയും ആരുണ്ടെന്ന്? ഞാനുണ്ടെന്ന് പറയും. നന്നായിട്ട് ഇടതുകാരം നെഞ്ചോട് ചേർത്ത് വെച്ചോ, വലതുകാരം ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. എല്ലാവരും കണ്ണു തുറന്നു. എന്നിട്ട് നല്ല ശബ്ദത്തിൽ അതരം തുറന്ന് പറഞ്ഞു, ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ടെന്ന് പറഞ്ഞാൽ കൈ ഉയർത്തരുതെന്ന് വേണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെയും കൈ ഉയർന്നു നിൽക്കാൻ പാടില്ല. ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഉറപ്പിച്ച ശേഷം തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിനെ ഇടയ്ക്ക് നോക്കണം. എന്താണെന്നറിയോ? ആ വ്യക്തി കൈ ഉയർത്തിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറയും? പതിയെ കൈതാത്ത് എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത അറ്റംപ്റ്റിൽ എല്ലാവരും ഒരേപോലെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇടതുകാരം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു, വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. നല്ല ശബ്ദത്തിൽ എല്ലാവരും പറയുന്നു, ബൈബിളിലെ
ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറഞ്ഞേ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ. 2 കരങ്ങൾ ഉയർത്തി നല്ലൊരു കയ്യടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞത്? ഇന്നലത്തെ നോട്ട് ബുക്കിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കുക. ഒരു പുതിയ വ്യക്തിയാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ് കാണാൻ പോകുന്നത് നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത് എങ്ങനെയാണ് മാറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. എഴുതിക്കൂ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. 1. 2, ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. 3, ദൈവത്തിൻ്റെ കാരുണ്യം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. 3 കാര്യങ്ങളാണ്. 1, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. 2, ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. 3, ദൈവത്തിൻ്റെ കാരുണ്യം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എഴുതി നോക്കുക അടുത്തത്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയെ പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത്? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയെ പുതിയ വ്യക്തിയാക്കി മാറ്റുന്നതിന്? അതിന് ബൈബിളിൽ 2 വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിലൂടെ സൗഖ്യം പ്രാപിച്ച് പുതിയ വ്യക്തിയായി മാറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ ആൾ അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. അവിടെ പരിചയപ്പെടുന്ന വ്യക്തി തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസാണ്. തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസ് അവൻ ഒരു അന്ധനായിരുന്നു. അവന് കണ്ണ് കാണാൻ പറ്റിയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവൻ ആരെക്കുറിച്ച് അറിയാം? യേശുവിനെ കുറിച്ച് അറിയാം. ഇവൻ ആരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യം എന്താ? യേശുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യം യേശു ദൈവമാണ്. ഈ ദൈവമായ യേശുവിന് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത, വൈദ്യശാസ്ത്രത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാനായിട്ട് കഴിവുള്ളവനാണ് യേശു എന്ന സത്യം ആർക്കറിയാം? ബർത്തിമേയുസിന് അറിയാം. കാരണം എന്താ? അവൻ ഇതിനു മുമ്പ് യേശുവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. യേശു ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും പല അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കേട്ട ബർത്തിമേയുസ് അവൻ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നതായ സ്ഥലത്തിൻ്റെ മുമ്പിലൂടെയുള്ള റോട്ടിൽ വഴിയിലൂടെ യേശു കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ അവന് കേൾവിശക്തിയുണ്ട്. കേൾവിശക്തിയുള്ള ബർത്തിമേയുസ് വലിയൊരു ആരവത്തിൻ്റെ മുഴക്കം കേട്ടപ്പോൾ അവൻ അന്വേഷിച്ചത് ഇങ്ങനെയാണ്, എന്താണ് പതിവില്ലാത്തതായ ഒരു ശബ്ദം കേൾക്കുന്നത്? അങ്ങനെ പതിവില്ലാത്തൊരു ശബ്ദം കേൾക്കുന്നത് എന്താണ് എന്ന് അവൻ അന്വേഷിച്ചപ്പോൾ അവനൊരു തിരിച്ചറിവ് കിട്ടിയ തിരിച്ചറിവാണ്, നസറായനായ യേശു പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നസറായനായ യേശുവാണ് പോകുന്നത് എന്ന് അവൻ കേട്ടപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ ഉടനെ അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായി, ഒരു പ്രതീക്ഷയായി. ആ ആഗ്രഹവും പ്രതീക്ഷയും ഒരു നിലവിളിയായി ഉയർന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ബർത്തിമേയുസ് യേശുവിനെ എങ്ങനെയാണ് വിളിച്ചത്? അവൻ്റെ ആ വിളിയുടെ പിന്നിലെ കാരണം എന്താണ്
എഴുതി വെച്ചു. അവൻ്റെ വിളിയുടെ പിന്നിലെ ഒന്നാമത്തെ കാരണം അവൻ തടസ്സത്തെ വകവയ്ക്കാതെ വിളിച്ചു. നിനക്ക് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരികയാണ്, ആര് ജീവിതത്തിലെ ഏത് തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കുന്നു, തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്നവനാണ് ഈശോ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി മനസ്സിലാകണമെങ്കിൽ, സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം? എന്തു ചെയ്യണമെന്നാണ് ഒന്നാമത് പറഞ്ഞിരുന്ന കാര്യം. എന്തു ചെയ്യണം? ജീവിതത്തിലെ തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കണം. ആര് ജീവിതത്തിലെ തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കുന്നോ, തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നിൽക്കും. തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കുന്നവന്റെ മുമ്പിൽ ഈശോ നിൽക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ചില തടസ്സങ്ങളുണ്ട്. എൻ്റെ കൈ എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല. കൈ ഉയർത്തുമ്പോൾ വേദനയുണ്ടെങ്കിൽ കൈ ഉയർത്തുന്നതിനുള്ള ബലക്കുറവ് എനിക്കൊരു തടസ്സമാണ്. എൻ്റെ പിടലി ശരിയായ വിധത്തിൽ, കഴുത്ത് ശരിയായ വിധത്തിൽ തിരിക്കാൻ പറ്റുന്നില്ല. കഴുത്ത് തിരിക്കുമ്പോൾ പിടലിക്ക് വേദനയുണ്ട് എങ്കിൽ എൻ്റെ ഈ പിടലിയുടെ ഭാഗത്ത്, കഴുത്ത് തിരിക്കുന്നതിൻ്റെ ഭാഗത്ത് ചില കുറവുകളുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നടക്കുന്ന കാര്യത്തിൽ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ട്. എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴോ സംഭവിച്ച ഒരു അപകടം കാരണം ആ അപകടത്തിന് ശേഷം എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നില്ല. നടക്കുമ്പോൾ എൻ്റെ കാലിന് ചെറിയ രീതിയിൽ ചട്ടുണ്ട്. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവ് അന്നൊന്ന് ഉളുക്കിയതാണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ സമയം ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ നടുവിന് എന്തുണ്ട്? വേദനയുണ്ട്. ഞാൻ കുനിയുമ്പോൾ എൻ്റെ പുറത്തിന് വേദനയുണ്ട്. എന്താണ് കാരണം എന്നറിയത്തില്ല. കുറച്ച് നാളുകളായിട്ട് എൻ്റെ വയറിൽ ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്. എൻ്റെ ശരീരത്തിൽ ക്യാൻസർ രോഗമുണ്ട്. എൻ്റെ ശരീരഭാഗങ്ങളിൽ ട്യൂമർ രോഗമുണ്ട്. എനിക്ക് പല കടബാധ്യതകളുണ്ട്. എനിക്ക് കുടുംബത്തിലെ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ചില കുറവുകളാണ്. ഈ കുറവുകളെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? തടസ്സം. ശരീരത്തിൽ, ആരോഗ്യത്തിൽ രോഗം ഒരു തടസ്സമാണ്. സാമ്പത്തിക മേഖലകളിൽ കടബാധ്യത ഒരു തടസ്സമാണ്. ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് തടസ്സങ്ങളാണ്. എന്താണ് എനിക്ക് പറഞ്ഞു തരുന്നത്? മോനെ, മോളെ, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, ഏതെല്ലാം വിധത്തിലുള്ള കുറവുകളുണ്ടോ, ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളുണ്ടോ, നീ ആ തടസ്സത്തിലേക്ക് നോക്കി മനസ്സിൽ അസ്വസ്ഥപ്പെടാതെ, മനസ്സിൽ വേദനിക്കാതെ, മനസ്സ് മടുക്കാതെ, മനസ്സ് നിരാശ തോന്നാതെ, കുറ്റബോധത്തിലിരിക്കാതെ നീ എന്ത് ചെയ്യണം? ബർത്തിമേവൂസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ തടസ്സത്തെ വകവയ്ക്കാതെ യേശുവിനെ വിളിച്ചപ്പോൾ യേശു എൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സത്തെ വകവയ്ക്കാതെ, നമുക്കൊക്കെ വ്യത്യസ്തമായ തടസ്സങ്ങളുണ്ട്. കർത്താവിൻ്റെ വചനം പറയാണ്, നീ നിന്റെ ജീവിതത്തിലെ തടസ്സത്തെ വകവയ്ക്കാതെ നീ യേശുവിനെ വിളിച്ചാൽ അവൻ നിന്റെ മുമ്പിൽ നിൽക്കും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നെ സുഖപ്പെടുത്തണമെങ്കിൽ, രക്ഷിക്കണമെങ്കിൽ, അനുഗ്രഹിക്കണമെങ്കിൽ, പുതിയ വ്യക്തിയാക്കി മാറ്റണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? നീ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവപ്പെട്ട തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കണം. തടസ്സത്തെ വകവയ്ക്കാതെ വിളിച്ചാൽ ഈശോ നിന്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. ഇനി
ഈ പൊട്ടക്കണ്ണൻ ബർത്തിമേവൂസ് അവൻ തടസ്സത്തെ വകവയ്ക്കാതെ വിളിച്ചപ്പോഴുണ്ടായിരുന്നല്ലോ, യേശുവിൻ്റെ പിന്നാലെ പോയിരുന്ന ജനം മുഴുവൻ ഈ പൊട്ടക്കണ്ണനെ ശകാരിച്ചു. എടാ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് ശകാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സത്തെ വകവയ്ക്കാതെ വിളിക്കുന്നവനെ പല വിധത്തിലുള്ള ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരിൽ നിന്നും ഉണ്ടായി എന്ന് വന്നേക്കാം. അങ്ങനെ ആയിരുന്നെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള തടസ്സപ്പെടുത്തൽ ഉണ്ടായാലും നീ ഒരിക്കലും യേശുവിനെ വിളിക്കാൻ, യേശുവിൽ വിശ്വസിക്കാൻ നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഒന്നും നീ ഗൗനിക്കരുത്. നീ തടസ്സത്തെ വകവയ്ക്കാതെ തന്നെ യേശുവിലേക്ക് നോക്കണം, യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നീ അങ്ങനെ വിളിച്ചാൽ, രണ്ടാമത്തെ കാര്യം, നീ തടസ്സത്തെ വകവയ്ക്കാതെ വിളിച്ചാൽ എന്താണ് നിനക്ക് ലഭിക്കുന്നത്? നോക്ക്, ജനക്കൂട്ടം മുഴുവൻ ഈ ബർത്തിമേവൂസിനെ മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയപ്പോൾ അവൻ തടസ്സത്തെ വകവയ്ക്കാതെ വിളിച്ചപ്പോൾ മനുഷ്യര് അവഗണിച്ച ബർത്തിമേവൂസിനെ യേശു പരിഗണിച്ചു. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യ വ്യക്തികൾ അവഗണിക്കുന്ന എല്ലാവരെയും യേശു പരിഗണിക്കും. മനുഷ്യ വ്യക്തികൾ അവഗണിക്കുന്ന എല്ലാവരെയും ആര് പരിഗണിക്കും? യേശു പരിഗണിക്കും. അടുത്തത് നിന്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചു, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അവഗണനയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അവഗണനയാണ്. എങ്കിൽ അടുത്ത വരിയിൽ എഴുതി വെച്ചു, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പരിഗണനയാണ്. പരിഗണനയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അവഗണനയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം, വേദന. ശ്രദ്ധിച്ചേ, ഞാനിപ്പോ ഇങ്ങനെ മൈക്കും പിടിച്ചിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ണു തുറന്ന് പറയുന്നത് കേട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്നോട് ചെയ്യുന്നതിനെയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ പരിഗണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ മൈക്കും പിടിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, ചിലർ ശ്രദ്ധിക്കുന്നില്ല, ഉറങ്ങുന്നു, ചിലർ അശ്രദ്ധമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഉള്ളതിനെയാണ് പറയുന്നത്. പറഞ്ഞേ മോളെ, എന്താ അതിന് പറയണത്? അവഗണന. ശ്രദ്ധിക്കുന്നത് പരിഗണന. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താന്നാ പറഞ്ഞത്? പരിഗണന. ഏറ്റവും വലിയ വേദന അവഗണന. മനുഷ്യർ എന്തു ചെയ്യും? മനുഷ്യർ എന്നെയും നിങ്ങളെയും അവഗണിക്കും. അപ്പോൾ ഇന്നലകളിലെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ നല്ലൊരു വാക്ക് ആഗ്രഹിച്ചു. ഞാൻ കാര്യമായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങി ജോലി നല്ല സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അപ്പൻ എന്നെ അഭിനന്ദിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ അപ്പൻ എന്നെ അഭിനന്ദിച്ചില്ല, അവഗണിച്ചു. എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിക്കും എന്ന് കരുതി എന്നെ ശ്രദ്ധിച്ചില്ല. എൻ്റെ ജീവിത പങ്കാളി നല്ലൊരു അഭിനന്ദന വാക്ക് പറയും എന്ന് വിചാരിച്ചു, പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഇന്നലകളിൽ ജീവിതത്തിൽ അപ്പനിൽ നിന്നാകാം, അമ്മയിൽ നിന്നാകാം, ജീവിത പങ്കാളിയിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, സഹോദരങ്ങളിൽ നിന്നാകാം സംഭവിച്ച അവഗണനകളെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു വേദനയായി, ഒരു നൊമ്പരമായി, ഒരു ആകുലതയായി, ഒരു അസ്വസ്ഥതയായി, ഒരു നിരാശയായി എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞിരുന്നത്? മോനെ മോളെ, നീ യേശുവിനെ വിളിച്ചാൽ നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ ഏതെല്ലാം മനുഷ്യ വ്യക്തികളാണോ നിന്നെ അവഗണിച്ചത്,
നിന്നെ താഴ്ത്തിക്കെട്ടിയത്, നിന്നെ കുറ്റപ്പെടുത്തിയത്, നിന്നെ മാറ്റി നിർത്തിയത്, അങ്ങനെ മാറ്റി നിർത്തിയ, അവഗണിച്ച, കുറ്റപ്പെടുത്തിയ, താഴ്ത്തിക്കെട്ടിയ ഏതെല്ലാം നൊമ്പരങ്ങൾ നിന്റെ ഉള്ളിലുണ്ടോ, വേദനകൾ നിന്റെ ഉള്ളിലുണ്ടോ, നിരാശ നിന്റെ ജീവിതത്തിലുണ്ടോ, അതിന് മുഴുവൻ യേശുവിന്റെ പരിഗണനയാൽ സൗഖ്യമായി മാറും. യേശുവിന്റെ പരിഗണനയാൽ സന്തോഷമായി മാറും. യേശുവിന്റെ പരിഗണനയാൽ ആനന്ദമായി മാറും. ഒരു ഹല്ലേലൂയ പറയൂ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയൂ. നല്ല ശബ്ദത്തിൽ പറയൂ. ഒരു നല്ല കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. നിങ്ങൾ ശ്രദ്ധിക്ക്. അതായത് ഈ പൊട്ടക്കണ്ണനെ കണ്ണുണ്ടായിരുന്ന ജനക്കൂട്ടം മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരുന്നെങ്കിൽ യേശുവിന്റെ പരിഗണന കിട്ടുമായിരുന്നോ? കിട്ടിയല്ലോ. അവൻ എന്തു ചെയ്തു? ജനക്കൂട്ടത്തിന്റെ മുമ്പേ പോകുന്ന യേശു, അവൻ എന്നെ പരിഗണിക്കുന്ന ദൈവമാണ്, അവൻ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്, അവൻ എന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജനക്കൂട്ടത്തിൽ ആരെല്ലാം എന്നെ അവഗണിച്ചാലും ഞാന് അവരെനിക്ക് തരുന്ന അവഗണനയുടെ മുറിവുമായി ഞാൻ ഇരിക്കല. എന്റെ ജീവിതത്തിന്റെ എല്ലാ അവഗണനകളും, മനുഷ്യ വ്യക്തികൾ എന്റെ ജീവിതത്തിൽ തന്ന എല്ലാ അവഗണനകളും എന്റെ യേശു പരിഗണനയാക്കി മാറ്റും എന്ന് വിശ്വസിച്ച് അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു. കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപ്പോൾ വിളിച്ചവന്റെ മുമ്പിൽ ഈശോ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ അവഗണിച്ച, നിങ്ങൾ മാറ്റി നിർത്തിയ ആ അന്ധനെ നിങ്ങൾ വിളിക്കൂ. അപ്പോൾ യേശുവിന്റെ പരിഗണന ബർത്തിമേവസിന് കിട്ടിയപ്പോൾ അവഗണിച്ച ആൾക്കാർ മുഴുവൻ അവനെ പരിഗണിക്കാൻ തുടങ്ങി. അർത്ഥം, മനുഷ്യരുടെ അവഗണനയുടെ മുറിവുകളെല്ലാം പരിഗണനകളാക്കി മാറ്റി, ആനന്ദമാക്കി മാറ്റി, സന്തോഷമാക്കി മാറ്റി ആ വ്യക്തിയെ പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുന്നവനാണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കൂ. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? യേശു തന്നെ പരിഗണിച്ചു എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ചെയ്ത കാര്യമാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാം തിരുവചനം. അവൻ എന്ത് ചെയ്തു? അവൻ പുറംകുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞു. അപ്പൊ എന്താണെന്നറിയോ? യേശുവിന്റെ പരിഗണന കിട്ടുന്ന വ്യക്തികളെല്ലാം പുറംകുപ്പായം ദൂരെ വലിച്ചെറിയണം. എന്നെ നോട്ട് ബുക്കിൽ എഴുതി വെക്ക്. എന്താണ് ഈ പുറംകുപ്പായം? എഴുതിക്കോ. പുറംകുപ്പായം ഒരു പ്രതീകമാണ്. പുറംകുപ്പായം ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? നിന്നിലെ പഴയ മനുഷ്യന്റെ പ്രതീകമാണ്. നിന്നിലെ പഴയ മനുഷ്യന്റെ പ്രതീകമാണ് പുറംകുപ്പായം. നിന്നിലെ പാപത്തിന്റെ പ്രതീകമാണ് പുറംകുപ്പായം. നിന്നിലെ വെറുപ്പ്, വൈരാഗ്യം, ഇതിന്റെ പ്രതീകമാണ് പുറംകുപ്പായം. നിന്നിലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ് പുറംകുപ്പായം. നിന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമാണ് പുറംകുപ്പായം. നിന്റെ സ്വാർത്ഥതയുടെ പ്രതീകമാണ് പുറംകുപ്പായം. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ, ഈ തടസ്സങ്ങളുടെ എല്ലാം പ്രതീകമാണ് പുറംകുപ്പായം. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്താണെന്നറിയോ? യേശു തന്നെ പരിഗണിച്ചെങ്കിൽ നാളിന്ന് വരെ മനുഷ്യ വ്യക്തികൾ എന്നെ അവഗണിച്ച അവഗണനയുടെ മുറിവ്, പാപത്തിന്റെ അവസ്ഥ, ദുശീലത്തിന്റെ അവസ്ഥ, തെറ്റായ ബന്ധങ്ങളുടെ അവസ്ഥ, തെറ്റായ ശീലങ്ങളുടെ അവസ്ഥ, തെറ്റായ പ്രവണതയുടെ അവസ്ഥ, ഈ അവസ്ഥക്കെല്ലാം പറയുന്നതിന്റെ പേരാണ് പുറംകുപ്പായം. പുറംകുപ്പായം. ഈ ബർത്തിമേയുസ് എന്ത് ചെയ്തു? യേശു തന്നെ പരിഗണിച്ചു എന്ന തിരിച്ചറിവ് കിട്ടിയപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ തടസ്സമായിരുന്ന അവൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ പാപമേഖലകളെയും, സ്വാർത്ഥ മനോഭാവത്തെയും, ജീവിതത്തിലെ തകർച്ചകളെയും നഷ്ടങ്ങളെയും പരാജയവും മുഴുവൻ അവൻ ദൂരെ വലിച്ചെറിഞ്ഞു എന്നാണ് ഇതിലൂടെ കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവൻ കുതിച്ചു ചാടി. അപ്പൊ നിങ്ങൾ പറ,
അവൻ്റെ പൊട്ടക്കണ്ണാണോ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കലെത്താൻ തടസ്സമായിരുന്നത്? പുറംകുപ്പായാണോ? പറ. പുറംകുപ്പായ. കണ്ട, അവൻ്റെ കണ്ണ് തുറക്കാതെ തന്നെ അവന് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കലെത്താൻ പറ്റി. മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില കുറവുകൾ അനുവദിച്ചിട്ടുണ്ട്. ശരീരത്തിലെ രോഗം, വേദന, കടബാധ്യത, തകർച്ച, നഷ്ടം, പരാജയം. ഓർക്കൂ, ഇതൊന്നുമല്ല യേശുവിൻ്റെ അടുക്കലേക്ക് എത്താനായിട്ടുള്ള തടസ്സം. അതെല്ലാം യേശുവിനെ വിളിക്കാനുള്ള ഒരു അടയാളമാണ്, യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ളൊരു വഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള വഴിയാണ് നിന്റെ ശരീരത്തിലെ രോഗം, ജീവിതത്തിലെ നഷ്ടം, ജീവിതത്തിലെ തകർച്ച, ജീവിതത്തിലെ പരാജയം, കടബാധ്യത, വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം യേശുവിനെ വിളിക്കാനും യേശുവിൻ്റെ അടുക്കലെത്താനും നിന്നെ സഹായിക്കുന്ന വഴികളാണ്. എന്നാൽ യേശുവിന് നിന്നെ തൊടാൻ, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ രക്ഷിക്കാൻ തടസ്സമായിട്ടുള്ളത് നിന്നിലെ പാപത്തിന്റെ പുറങ്കുപ്പായമാണ്, വെറുപ്പിന്റെ പുറങ്കുപ്പായമാണ്, ദുശീല പ്രവണതകളുടെ പുറങ്കുപ്പായമാണ്. നീ അതിനെ വലിച്ചെറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ കാര്യം എഴുതി വെച്ചു. പുറങ്കുപ്പായത്തെ വലിച്ചെറിയുന്നവന്റെ മുമ്പിൽ എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് ഈശോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറങ്കുപ്പായം വലിച്ചെറിയുന്നവന്റെ മുമ്പിൽ, പുറങ്കുപ്പായത്തെ ഉപേക്ഷിക്കുന്നവന്റെ മുമ്പിൽ എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എനിക്ക് എന്തും തരും. പറ. യേശു എനിക്ക് എന്തും തരും. യേശു നിനക്ക് എന്തും തരും. യേശു നിനക്ക് എന്തും തരും. യേശു നിനക്ക് എന്ത് വേണേലും തരും. യേശു നിനക്ക് എന്ത് വേണേലും തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. യേശു നിനക്ക് എന്തും തരും. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ഇതാണ് പുറങ്കുപ്പായത്തെ വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ മുമ്പിലെത്തിയ ബർത്തിമേയുസിനോട് യേശു ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? അപ്പോൾ പുറങ്കുപ്പായത്തെ വലിച്ചെറിയാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് യേശു എന്തും തരും. യേശു എന്തും തരും. നിനക്ക് ഈ ധ്യാനത്തിലൂടെ എന്തെല്ലാം വേണോ, വേണ്ടത് മുഴുവൻ ഈശോ നിനക്ക് തരും. നിനക്ക് അത് കിട്ടണമെങ്കിൽ നീ പുറങ്കുപ്പായത്തെ വലിച്ചെറിയണം, സ്വാർത്ഥതയെ വലിച്ചെറിയണം, അഹങ്കാരത്തെ വലിച്ചെറിയണം, പാപപ്രവൃത്തിയെ വലിച്ചെറിയണം, ശീലപ്രവൃത്തിയെ വലിച്ചെറിയണം. എറിയാൻ തയ്യാറായാൽ നിനക്ക് കുതിച്ചു ചാടാൻ പറ്റും. കുതിച്ചു ചാടിയാൽ ഈശോ നിന്റെ മുമ്പിൽ നിൽക്കും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പുറങ്കുപ്പായത്തെ വലിച്ചെറിയുന്നവന്, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നവന് എന്തും കൊടുക്കാൻ തയ്യാറാകുന്നവനാണ് ഈശോ. എന്തും കൊടുക്കാൻ തയ്യാറാകുന്നവനാണ് ഈശോ. ആ ഈശോ ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് കരങ്ങൾ ഉയർത്ത്, രണ്ട് കരങ്ങൾ ഉയർത്ത്. ഈശോയുടെ മുമ്പിൽ എന്ത് ചെയ്തു തരാൻ തയ്യാറാകുന്നവന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നാളിന്ന് വരെ നിന്റെ സ്വഭാവത്തോടും ജീവിതത്തോടും ആഗ്രഹത്തോടും പറ്റിച്ചേർന്ന് നടക്കുന്ന പാപത്തിന്റെ, ദുശീലത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ മനുഷ്യനെ, പുറങ്കുപ്പായത്തെ നീ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. നീ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. ആഗ്രഹിച്ച് അതരം തുറന്ന് എല്ലാവരും വിളിച്ചോ, ഈശോയേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. നന്നായിട്ടൊന്ന് കൈയർത്തി കൈയടിക്ക്. പ്രൈസ് ദി ലോർഡ്.